ഞാൻ ഒരു പഴയ KSRTC ജീവനക്കാരനാണ്. യെസ്. സഖാവായിരുന്നു. നിങ്ങൾക്കറിയാം, 10-30 വർഷം ഞാൻ സഖാവായിരുന്നു. ഇപ്പം ഞാൻ സഖാവല്ല. ഞാൻ എനിക്ക് സിമ്പിൾ ചോദിക്കട്ടെ. നിങ്ങൾ ഈ കിടന്ന് ബേളം വെക്കാതെ ഞാൻ ചോദിക്കട്ടെ, പറയട്ടെ. ചുമ്മാ എല്ലാത്തിനും കിടന്ന് ബേളം വെക്കാതെ ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ എന്തിനാ അസ്വസ്ഥരാവുന്നേ? അദ്ദേഹം ചോദിക്കട്ടെ. അതെ, ചോദിക്കട്ടെ. മറുപടി പറയാം. ഇവിടെ ആളുണ്ട്, നിങ്ങൾ മറുപടി പറയണ്ട. ചേട്ടാ ചോദിക്കോളൂ, ഞാൻ ഏത് ചോദ്യത്തിനും വഴങ്ങും. അതെ, സഖാബെ ഒന്ന് അവരോട് പറയൂ, ബഹളം വെക്കല്ലാന്ന്. ചോദിക്കട്ടെ. 2016 ഈരാറ്റുപേട്ട ഇടതുപക്ഷ ജനാധിപത്യ അധികാരത്തിൽ വരുമ്പോൾ 58 സർവീസും 64 ബസ്സുകളും ഉണ്ടായിരുന്നു. KSRTC അങ്ങോട്ട് പറയണേ, ഇങ്ങോട്ട് ചോദിച്ചു. ചേട്ടാ പ്ലീസ് അങ്ങോട്ട് ചോദിക്കുക. കേട്ടോ, ഇന്ന് എത്ര സർവീസ് എടുത്താ കാവേ? 34 സർവീസാണ് ഉള്ളത്. 34 സർവീസാണ് ഇന്ന് ഈരാറ്റുപേട്ടയിലുള്ളത്. ഈ അടിവാരം, കൈപ്പള്ളി, ചോളത്രം ഭാഗത്തുള്ള എല്ലാവരും ഉണ്ട് ഇവിടെ. അടിവാരം, കൈപ്പള്ളി, ചോളത്രം ഭാഗത്ത് എല്ലാവരും ഉണ്ട് ഇവിടെ. സ്റ്റേ സർവീസ് എത്രയുണ്ടായിരുന്നു ഇവിടെ? 9 അടിവാരം സ്റ്റേ ഉണ്ടായിരുന്നു, പറത്താന സ്റ്റേ ഉണ്ടായിരുന്നു. സാറ് കൈപ്പള്ളി സ്റ്റേ വണ്ടിയൊക്കെ യാത്ര ചെയ്തിട്ടില്ലേ? ഇന്നുണ്ടോ? അത് ഇന്നുണ്ടോ? മറുപടി 5 വർഷം കൊണ്ട് എന്ത് ചെയ്ത് കൊണ്ടുവരാത്തെ? ഞാൻ മറുപടി ഏത് വണ്ടികളുണ്ട് ഇപ്പം? 34 സർവീസ് ആക്കി നിങ്ങൾ കുറച്ചു. എന്നിട്ട് വികസനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഭാഗത്തും വികസിപ്പിക്കണം. മറുപടി പറയേ. KSRTC കട്ടപ്പുറത്ത്. ഓക്കെ.